നമ്മൾ അടുത്ത കാലത്തായി ഒരുപാട് കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് എൽ നീനോയും അതുപോലെ തന്നെ ലാനിനയും. ഇത് രണ്ടും ഒരു പ്രകൃതി പ്രതിഭാസത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എൽ നീനോയും ലാനിനയും എല്ലാ രാജ്യങ്ങളെയും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവ രണ്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. വീഡിയോ തുടരുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. സൈമല്ലു എന്ന ഈ ചാനൽ പുതിയൊരു സംരംഭമാണ്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ലളിതമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനായി കേരളത്തിലെ സയൻസ് പ്രേമികളായ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായി തീരൂ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. എൽ നീനോ, ലാനിന ഇവ രണ്ടും പസഫിക് ഓഷനിൽ നടക്കുന്ന എൽ നീനോ സദേൺ ഓസിലേഷൻ എന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ ഭാഗമാണ്. സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷനിലാണ് നമുക്ക് ഈ ഒരു പ്രതിഭാസം കാണാനായിട്ട് സാധിക്കുന്നത്. എൽ നീനോ സദേൺ ഓസിലേഷൻ എന്ന ഈ പ്രതിഭാസത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അതിൽ 2 നേരത്തെ പറഞ്ഞതുപോലെ എൽ നീനോയും ലാനിനയുമാണ്. മറ്റൊന്ന് ന്യൂട്രൽ ഫേസ് ആണ്. ന്യൂട്രൽ ഫേസ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എൽ നീനോയും ലാനിനയും ഇല്ലാത്ത നോർമൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്. നമുക്കെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എൽ നീനോ, ലാനിന എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണ്? ഇവ 2 സ്പാനിഷ് വാക്കുകളാണ്. എൽ നീനോ എന്നാൽ ചെറിയ ആൺകുട്ടി എന്നും ലാനിന എന്നാൽ ചെറിയ പെൺകുട്ടി എന്നുമാണ് അർത്ഥം. 1600കളിൽ കുറച്ച് അമേരിക്കൻ മുക്കുവർ പസഫിക് ഓഷനിൽ അസാധാരണമായി ചൂട് വർദ്ധിക്കുന്നത് ശ്രദ്ധിച്ചു. അവർ സമുദ്രത്തിന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് കൂടുതലായി കണ്ടിരുന്നത് ഡിസംബർ മാസങ്ങളിലായിരുന്നു, അതായത് ക്രിസ്മസിനോടടുത്ത സമയങ്ങളിൽ. അതുകൊണ്ടാണ് അവർ അതിനെ ക്രിസ്മസുമായി ബന്ധപ്പെടുത്തി ചെറിയ ആൺകുട്ടി എന്ന് അർത്ഥം വരുന്ന എൽ നീനോ എന്ന പേരിട്ടത്. പിന്നീട് ഈ വാമായിട്ടുള്ള കണ്ടീഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇവന്റിനെ ലാനിന അഥവാ ചെറിയ പെൺകുട്ടി എന്ന് വിളിക്കുകയായിരുന്നു. ഇതിന് ലാനിന എന്ന് പേര് വരാൻ കാരണം എൽ നീനോയുടെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. നോർമൽ കണ്ടീഷനിൽ പസഫിക് ഓഷന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വ്യാപാരവാദങ്ങൾ വീശുന്നു. ഈ വ്യാപാരവാദങ്ങൾ സൗത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പസഫിക് ഓഷന്റെ ഉപരിതലത്തിൽ സൂര്യപ്രകാശമേറ്റ് ചൂടായി കിടക്കുന്ന ജലത്തെ കൂടി വഹിച്ചുകൊണ്ട് ഏഷ്യയുടെ ഭാഗത്തേക്ക് നീങ്ങുന്നു. ഉപരിതലത്തിലെ ചൂടായ വെള്ളം പോകുമ്പോൾ അതിനു പകരം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ പോഷക സമൃദ്ധമായ തണുത്ത ജലം മുകളിലേക്ക് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്വെല്ലിംഗ്. ഈ സ്വാഭാവികമായ പ്രവർത്തനത്തെ തെറ്റിക്കുന്ന 2 ഇവന്റുകളാണ് എൽ നീനോയും ലാനിനയും. എൽ നീനോ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വീശുന്ന വ്യാപാരവാദങ്ങളുടെ ശക്തി കുറയുന്നു. ഇത് കാരണം പസഫിക്കിന്റെ ഉപരിതലത്തിലെ ചൂടായ ജലം പടിഞ്ഞാറ് ഭാഗത്തേക്ക്, അതായത് ഏഷ്യയുടെ ഭാഗത്തേക്ക് പോകാതെ കിഴക്ക് ഭാഗത്തേക്ക് പടരുന്നു. സ്വാഭാവികമായും ഇത് കാരണം അപ്വെല്ലിംഗ് നടക്കുന്നില്ല. ഇത് കാലാവസ്ഥയെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനാകും. എൽ നീനോ സൗത്ത് US ശക്തമായ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. അതുപോലെ തന്നെ കാനഡയിലെ ശൈത്യകാലത്തിന് സാധാരണയിൽ കുറവ് തണുപ്പ് അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. ചൂടായ ജലം പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകാത്തതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും വേണ്ടത്ര മഴ ലഭിക്കാതെ വരുന്നു. ഇത് വരണ്ട കാലാവസ്ഥയിലേക്കും അതുപോലെ തന്നെ കാട്ടുതീക്കുള്ള സാധ്യത വർദ്ധിക്കുന്നതിലേക്കും എത്തിക്കുന്നു. എൽ നീനോ നമ്മുടെ ഇന്ത്യയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. എൽ നീനോ ഇവന്റ് സംഭവിക്കുമ്പോൾ ഇന്ത്യയിൽ മൺസൂണിന്റെ ശക്തി കുറയുന്നു. ആവശ്യത്തിന് മഴ ലഭിക്കാത്തത് കൊണ്ട് തന്നെ കാർഷിക ഉൽപാദനത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നു. എൽ നീനോ ഇവന്റ് നടക്കുമ്പോൾ നോർമൽ കണ്ടീഷനിൽ നടക്കുന്ന അപ്വെല്ലിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള വാട്ടർ മുകളിലേക്ക് വരുന്നില്ല. ഇത് കാരണം ജലോപരിതലത്തിൽ കഴിയുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൻസിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. കാരണം ഈ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ജീവിക്കുന്നത് ഈ ന്യൂട്രിയൻസിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിന് വേണ്ടത്ര ന്യൂട്രിയൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഫൈറ്റോ പ്ലാങ്ക്ടൻസിന്റെ അളവ് കുറയുന്നു. അതിലൂടെ ഫൈറ്റോ പ്ലാങ്ക്ടൻസിനെ ആഹാരമാക്കി കഴിയുന്ന മീനുകളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും എണ്ണത്തിലും വളരെ വലിയ കുറവ് സംഭവിക്കുന്നു. ഇനി ലാനിനയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൽ നീനയുടെ നേരെ ഓപ്പോസിറ്റാണ് ലാനിന. പടിഞ്ഞാറേക്ക് വീശുന്ന വ്യാപാരവാദങ്ങൾ സാധാരണയിൽ കൂടുതൽ ശക്തമായി വീശുന്നതാണ് ലാനിനയ്ക്ക് കാരണം. ശക്തമായി വീശുന്ന ഈ വ്യാപാരവാദങ്ങൾ ചൂടായ ജലത്തെ സാധാരണയിൽ കൂടുതലായി ഏഷ്യയ്ക്ക് നേരെ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഫലമായി സൗത്ത് അമേരിക്കയുടെ തീരദേശത്തോട് ചേർന്ന പസഫിക്കിൻ്റെ ഭാഗത്ത്, അതായത് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക്കിൽ സാധാരണയിൽ കൂടുതൽ അപ്വെല്ലിംഗ് നടക്കുന്നു. അതുകൊണ്ട് കൂടുതൽ തണുത്ത ജലം മുകളിലേക്ക് വരുന്നു. ലാനിനയും എൽ നീനോയെ പോലെ തന്നെ വളരെ വലിയ കാലാവസ്ഥാ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലാനിന കാരണം സൗത്ത് അമേരിക്കയിൽ വരൾച്ചയും നോർത്ത് അമേരിക്കയിൽ സാധാരണയിൽ കൂടുതൽ തണുത്ത ശൈത്യകാലവും ഉണ്ടാകുന്നു. ലാനിന കാരണം ഇന്ത്യയിൽ മൺസൂൺ കൂടുതൽ ശക്തമാകുന്നത് കാണാം. കൂടുതൽ മഴ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് കാർഷിക ലാഭം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. പക്ഷേ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ അപകടകാരിയുമാണ്. ലാനിന കാരണം അപ്വെല്ലിംഗ് കൂടുതൽ നടക്കുന്നതിനാൽ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക്കിൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതായി നമുക്ക് കാണാം.